അഭിഷേകമന്ന എന്ന വചന സന്ദേശത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ചിന്തയ്ക്ക് ആധാരമായ ദൈവവചനം യോഹന്നാൻ സുവിശേഷം 2-ാം അധ്യായത്തിൽ 1 മുതലുള്ള വചനഭാഗത്ത് യേശു കർത്താവ് വിവാഹ വിരുന്നിന് ക്ഷണിക്കപ്പെടുമ്പോൾ വിവാഹ ഭവനത്തിലേക്ക് യേശുവിന്റെ അമ്മയും ശിഷ്യന്മാരുമായി കടന്നു പോകുന്നു. യേശു ആദ്യം ചെയ്ത അത്ഭുതമാണ് അവിടെ നടക്കുന്നത്. വിരുന്ന സ്ഥലത്ത് വീഞ്ഞു തീർന്നു പോകുന്നു. നമുക്കറിയാം, ഒരു വിരുന്നൊരുക്കിയിടത്ത് ഭക്ഷണം തീർന്നു പോയിട്ടുണ്ടെങ്കിൽ അവരുടെ വിഷമവും പ്രയാസങ്ങളൊക്കെ. ആദ്യം തന്നെ യേശു കർത്താവ് വിവാഹ വിരുന്നിന് ക്ഷണിക്കുമ്പോൾ അവിടുന്ന് തീർന്നു പോയ വീഞ്ഞ് അവർക്ക് അവിടുന്ന് ദൈവം വർദ്ധിപ്പിച്ചു കൊടുക്കുന്നു, അല്ലെങ്കിൽ അവരുടെ ആ പോരായ്മ നികത്തി കൊടുക്കുന്നത് കാണാൻ കഴിയുന്നു. ഇന്ന് നമ്മുടെ ഭവനത്തിലേക്കാണ് യേശു കടന്നു വന്നത്. നിന്റെ ഭവനത്തിൽ തീർന്നു പോയിരിക്കുന്ന ചില സാഹചര്യങ്ങളുണ്ട്, ചില അവസ്ഥകളുണ്ട്. നിന്റെ ജീവിതത്തിൽ ദൈവിക കൃപയുണ്ട്, ദൈവത്തിന്റെ ഇടപെടലുണ്ട്. നിന്നെ തീർന്നു പോയിട്ടുണ്ടെങ്കിൽ അത് ദൈവം വീണ്ടും തരാൻ വേണ്ടി മതിയായ ദൈവമാണ്. കാരണം വിവാഹ വീട്ടിൽ വീഞ്ഞ് തീർന്നു പോയപ്പോൾ മുന്തിയ ഇനം വീഞ്ഞ് അവർക്ക് കൊടുക്കുവാൻ ദൈവം ഇടയാക്കിയെങ്കിൽ അത് ദൈവം അത്ഭുതം ചെയ്തതാണ്. ആദ്യത്തെ അത്ഭുതമാണ് കർത്താവ് ആ ഭവനത്തിൽ ചെയ്തതെങ്കിൽ നിന്റെ ഭവനത്തിലും കർത്താവ് ഇതുപോലെ അത്ഭുതം ചെയ്യും. കാരണം കാല് കഴുകാൻ വേണ്ടി വെച്ചിരിക്കുന്ന കൽപാത്രങ്ങളെ അതിൻ്റെ അകത്ത് വെറും പച്ചവെള്ളം കോരിയൊഴിച്ച് വിരുന്നുവാഴിയുടെ അടുക്കൽ കൊണ്ടുപോയി രുചിച്ചു നോക്കുമ്പോൾ മേൽത്തരം വീഞ്ഞായി മാറിയെങ്കിൽ മേൽത്തരം തരാൻ കഴിയുന്നൊരു കർത്താവ് ഇന്ന് നമ്മുടെ അടുക്കൽ കടന്നു വന്നിട്ടുണ്ടെന്നേ. നമുക്ക് കുറച്ച് ചെറുത് തരാനല്ല, അല്ലെങ്കിൽ അല്പം തരാനല്ല, മേൽത്തരം തരാനാ യേശു വന്നിരിക്കുന്നത്. അത് ആർക്കും കിട്ടാത്തതിനേക്കാൾ ഏറ്റവും വലുത് തരാൻ കഴിയുന്ന കർത്താവാണ് നമ്മുടെ മുമ്പിലുള്ളത്. ഒന്ന് വിശ്വസിക്കാമോ ഈ കർത്താവിനെ? ഇന്ന് നിന്റെ ഭവനത്തിലേക്ക് ആ കർത്താവ് വരുന്നെങ്കിൽ, സക്കായിയുടെ ഭവനത്തിലേക്ക് കർത്താവ് വന്നപ്പോൾ ആ ഭവനത്തിന് രക്ഷ കിട്ടി. യേശു ഏത് ഭവനത്തിൽ കടന്നു എന്നോ അവിടെ എല്ലാ അനുഗ്രഹം കടന്നു വന്നെങ്കിൽ ഇന്ന് നിന്റെ ജീവിതത്തിൽ എന്താണോ പോരായ്മയുള്ളത്, അവിടെ ദൈവം പോരായ്മ നികത്തി തരാൻ കഴിയുന്ന, അനുഗ്രഹം തരാൻ കഴിയുന്ന, അഭിഷേകം തരാൻ കഴിയുന്ന, നിന്നെ ബലപ്പെടുത്താൻ കഴിയുന്ന, നിന്റെ പ്രശ്നങ്ങളെ തീർക്കാൻ കഴിയുന്ന, നിന്റെ കുടുംബത്തെ അനുഗ്രഹിക്കാൻ കഴിയുന്ന, നിന്റെ ബലഹീനതകളെ മാറ്റാൻ കഴിയുന്ന, അഭിഷേകത്തിന്റെ ശക്തിയെ പകർന്നു തരാൻ കഴിയുന്ന ഒരു കർത്താവ് ഇന്ന് കടന്നു വരാൻ മതിയായവനായി നിങ്ങളുടെ അടുക്കലേക്ക് കടന്നു വരും. ആ യേശുവിനെ രക്ഷിതാവും നാഥനുമായിട്ടൊന്ന് സ്വീകരിക്കാമോ? യേശു അത്ഭുതം ചെയ്യാൻ മതിയായ ദൈവമാണ്. അവൻ അത്ഭുത മന്ത്രിയാണെന്നാ തിരുവെഴുത്ത് പറയുന്നത്. അവൻ വീരനാം ദൈവമാണ്, സമാധാന പ്രഭുവാണ്. അവന്റെ ശക്തിയും അഭിഷേകവും നമ്മുടെ എല്ലാവരുടെ മേലും കടന്നു വരട്ടെ. വീഞ്ഞു തീർന്നു പോയിടത്ത് വീഞ്ഞു വർദ്ധിപ്പിച്ചു കൊടുത്തെങ്കിൽ നിന്റെ ഭവനത്തിലും നിന്റെ ജീവിതത്തിലും ഇതുപോലെ ഒരു വർധനവ് വരും. ഇതുപോലെ ഒരു വർധനവിന്റെ ദിവസമാണ് ഇന്നെന്ന് കരുതിക്കൊണ്ട് പ്രാർത്ഥിച്ചു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.